കൊച്ചിയിൽ നിന്ന് ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് 2 ചാപ്റ്റേഴ്സാണ്, 2 യൂണിറ്റ്സ്, അതോറിറ്റേറിയൻ ആൻഡ് ഡെമോക്രാറ്റിക് റെജീംസ്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ പേപ്പറിൽ അതോറിറ്റേറിയൻ ആൻഡ് ഡെമോക്രാറ്റിക് റെജീംസ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം. അപ്പോൾ ഇതിൽ എന്തൊക്കെ അതോറിറ്റേറിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതോറിറ്റി കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഈ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ഗവൺമെന്റിന്റെ ഓരോ ഭരണകൂടത്തിന്റെയും അതേമാതിരി രാഷ്ട്രീയ സിസ്റ്റത്തിന്റെയും രാഷ്ട്രീയ പീരീഡ് അതല്ലെങ്കിൽ റെജീം അവരുടെ ടൈം ഇതെങ്ങനെയാണ് ഡെമോക്രാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ജനാധിപത്യമായിട്ട് എങ്ങനെ മാറി വന്നു, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, മോഡേൺ ആയിട്ടുള്ള ജനാധിപത്യത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതോറിറ്റേറിയൻ ഭരണകൂടത്തിന്റെ കാര്യങ്ങൾ എന്താണ് അനലൈസ് ചെയ്തിട്ട്, അതായത് വാറിന് ശേഷം പോസ്റ്റ് വാർ എന്ന് പറയും, അത് ഒരു യുദ്ധത്തിന് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അരിസ്റ്റോട്ടിൽ, അതായത് ഗ്രീക്ക് ഫിലോസഫർ, 4ാമത്തെ സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിൽ ഈ ഓരോ പൊളിറ്റിക്കൽ ഭരണകൂടത്തിനെയും പലവിധമായിട്ട് ക്ലാസിഫൈ ചെയ്ത് ക്യാരക്ടറൈസേഷൻ കൊടുക്കുന്നുണ്ട്. പലവിധമായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഭരണകൂടത്തിനെ മാറ്റി മാറ്റി കൊണ്ടുവരുമ്പോൾ അതിന്റെ സാരാംശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡെമോക്രസി, നമ്മൾ പറഞ്ഞിട്ടുള്ള ടേംസ്, അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ടേംസ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. ഡെമോക്രസി എന്ന് പറയുമ്പോൾ ജനാധിപത്യം, ഒളിഗാർക്കി എന്ന് പറയുമ്പോൾ പ്രഭുക്കന്മാരുടെ ഭരണം, ഒളിഗാർക്കി, ആൻഡ് ടിറനി എന്ന് പറയുമ്പോഴത്തേക്കും സ്വേച്ഛാധിപത്യമാണ്. അപ്പോൾ സ്വേച്ഛാധിപതി എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തം ഒരു വൺ പേഴ്സന്റെ ഡിസിഷനാണ് സ്വേച്ഛാധിപതിയും അതായത് ടിറനിയിൽ വരുന്നത്. ഇനി നമ്മൾ ഇന്നലെ പഠിച്ചത് കമ്പാരിറ്റേറ്റീവ് പൊളിറ്റിക്കൽ തിയറീസ് ആണ്. കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി പോയിക്കൊണ്ടിരുന്നു. ആ താരതമ്യപ്പെടുത്തി അത് മോഡേൺ നേഷൻ സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ മോഡേൺ പൊളിറ്റിക്കൽ റെഷീം, പുതിയതായിട്ട് വന്നിട്ടുള്ള രാഷ്ട്രീയ ഭരണകൂടങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കണ്ടംപററി ആയിട്ടുള്ള ഈ ഇതിൽ കൂടെ വരുമ്പോൾ ഈ ക്യാരക്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ 20ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റാലിയന്റെ കൺട്രോളിലുള്ള റഷ്യ, അതേമാതിരി ഫാസിസ്റ്റ് ആയിട്ടുള്ള ഇറ്റലി, സ്പെയിൻ, നാസി ഗവൺമെന്റിന്റെ റൂളിലുള്ള ജർമ്മനി. അപ്പൊ ഇത് 20ാം നൂറ്റാണ്ടിന്റെ ഗതിയാണ് പറയുന്നത്. അപ്പൊ മോഡേൺ ആയിട്ടുള്ള ജനാധിപത്യവും അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ അധികാരഭ്രമവും ഉള്ള ഒരു സിറ്റുവേഷൻ, അവിടെയാണ് നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസിനെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ കൂടെ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഭരണഘടനയിൽ കൂടെ അല്ലെങ്കിൽ ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ കൂടെ ഗവൺമെന്റ് എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഗവൺമെന്റ്, ഭരണകൂടം, ഭരണ പാർട്ടികൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വഴി അവരെന്ത് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓരോ ഗവൺമെന്റും അതായത് ഓരോ ഭരണകൂടനും അതിന്റെ റെഫറൻസ് കൊടുക്കുന്നത് ഏത് പ്രോസസ്സിൽ കൂടി, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ് എന്താണ്, അവർ കളക്റ്റീവ് ആണോ, യൂഷ്വലി അതങ്ങനെയാണ് വേണ്ടത്. എല്ലാ ഡിസിഷൻസും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ആലോചിച്ചിട്ട് ശേഷമാണ് അതിനെപ്പറ്റി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. ആ ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം, അതിനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഘടകങ്ങളുണ്ട്, 3 ഓർഗൻസ് ഉണ്ട്. അതിന്റെ നിയമ സംവിധാനം ഉണ്ടാക്കുന്ന ലെജിസ്ലേഷൻ, അതായത് സഭകൾ, പിന്നെ അതിനെ ഈ നടപ്പിലാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്സിക്യൂഷൻ, അതേമാതിരി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയും. ഇതിനെ ഇങ്ങനെ രണ്ടും പറഞ്ഞ ഡിസിഷനെ നടപ്പിലാക്കി വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിനെ ജുഡീഷ്യറിയിലേക്ക് വരും.
ജുഡീഷ്യറി എപ്പോഴും, നിയമം എപ്പോഴും ഒരു പാർട്ടിക്കും ഒരു സ്വാതന്ത്ര്യത്തിന്, അവരുടെ സ്വേച്ഛാധിപത്യത്തിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കും പാടില്ല. ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നിയമവാഴ്ചയ്ക്ക് ഒരു വിധത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സിന്റെയോ ഇന്റേണൽ ഫോഴ്സിന്റെയോ കൺട്രോൾ വരാൻ പാടില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്, ഇതുവഴി എന്തിനാണ് ഇങ്ങനത്തെ 3 ഭാഗങ്ങൾ? നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓരോ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനും അല്ലെങ്കിൽ ഓരോ ഭരണകൂടത്തിനും അതിൻ്റെതായ അനലൈസേഷൻ ഉണ്ട്, അതിൻ്റെതായ സിസ്റ്റം ഉണ്ട് ഫോളോ ചെയ്യാൻ. വാല്യൂസ് ഉണ്ട്. ഇന്ററാക്ട് ചെയ്യുമ്പോൾ, സിവിൽ സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെതായ ഓരോ എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ പറയാം ഓരോരുത്തർക്കും അതിരുകളുണ്ട്. ഈ അതിരിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം അവർ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനസ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആര് ഭരിക്കുന്നു, ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, പ്രഭുക്കന്മാർ മാത്രമാണോ, അല്ല ഗവൺമെന്റ് ഫുള്ളായിട്ട് എല്ലാ മനുഷ്യരും കൂടെ കലർന്നതാണോ, എങ്ങനെയാണ് ഇതിന്റെ ഈ എന്താ പറയാ, ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പാലിച്ചിട്ടുള്ളത്? നിർബന്ധം കൊണ്ടാണോ, സമവായകം കൊണ്ടാണോ, അല്ല അവര് ബാർഗെയിൻ ചെയ്യുക, അതായത് പരസ്പരം നിങ്ങൾ 5 കൊല്ലം എനിക്ക് 5 കൊല്ലം എന്നുള്ള ബാർഗെയിനിങ്ങിലാണോ, അല്ല ഒരു വിധത്തിലുള്ള കോംപ്രമൈസിലാണോ? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ട് തന്നെയായിരിക്കും. അപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഭരണകൂടത്തിൽ സെൻട്രലൈസ്ഡ് ആണോ, അതേ ഘടക ഭിന്നമായി, ചിഹ്ന ഭിന്നമായി ഫ്രാഗ്മെന്റഡ് ആണോ, വിഘടനം ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ സെപ്പറേഷൻ പവറിന്റെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മെക്കാനിസമാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്, ഏത് തരത്തിലുള്ള പവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പവർ എന്ന് വെച്ചാൽ ഇവിടെ പവർ എന്ന് പറയുന്നത് നമ്മളുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ്. നമ്മളുടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് ചെക്ക് കൊടുക്കത്തുണ്ടോ, ആരാണ് ചെക്ക് ചെയ്യുന്നത്, എന്ത് ബാലൻസിലാണ് ഈ ഭരണകൂടം ചെയ്തു വരുന്നത്? ഇത് മാത്രമല്ല, പിന്നെ ഓരോ ഗവൺമെന്റ് മാറി വരികയാണെങ്കിൽ അക്വയർ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരുമിച്ച് അക്വയർ ചെയ്യുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ അവര് കൂടെ വേറെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് കോമ്പറ്റീറ്റീവ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഓരോ ഭരണകൂടനും ഓപ്പൺ ആയിട്ടുള്ളതാണോ, അല്ല ഒറ്റ കല്ലിൽ ചേർത്ത മാതിരിയുള്ള മൊണോലിത്തിക് ആണോ? നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചു വരുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പിനെ പറയുമ്പോൾ സ്റ്റേറ്റും ഇൻഡിവിജ്വലും, അല്ലെങ്കിൽ അവിടുത്തെ ആ രാജ്യത്തിലെ പൗരനും സ്റ്റേറ്റും തമ്മിൽ എന്തായിരിക്കും അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ പവർ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ്, എങ്ങനെയാണ് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റീസ് തീർക്കുന്നത്, പൊളിറ്റിക്കൽ അവരുടെ എക്കോണമി, അതായത് അവരുടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, ഇങ്ങനെ പലവിധ ക്വസ്റ്റ്യൻസ് കൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ ഗവൺമെന്റിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ, അതെ മാറുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുക. അപ്പൊ ഇതിനൊക്കെ ആൻസർ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? പർപ്പസ്. ഇതിന്റെ പർപ്പസ് എന്താണ്? 3 പർപ്പസ് ഉണ്ട്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പറയുന്ന കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ ഗവൺമെന്റ്, കൺസേൺ ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും പറഞ്ഞിട്ടുള്ള മാതിരി ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ ക്ലാസിഫിക്കേഷന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഉദ്ദേശം, ഈ ക്ലാസിഫിക്കേഷൻ വളരെ മീനിങ് ആയിട്ട് ഇവാലുവേഷൻ, അതായത് അതിനെപ്പറ്റി പരിചരിച്ചിട്ട് അത് നടത്തി വരുമ്പോൾ അത് ബെറ്റർ ഗവൺമെന്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇവാലുവേഷൻ എന്ന് വെച്ചാൽ സ്വയമേ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ. മൂന്നാമതായിട്ട് പറയുമ്പോഴത്തേക്കും നോർമേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ്, അതായത് നോർമേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ പറഞ്ഞിട്ടുള്ള മാനദണ്ഡം പ്രകാരമാണോ ഈ പ്രോസസ്സ് നടത്തി വരുന്നത്, അതേമാതിരി തന്നെ കോൺക്രീറ്റ് ലെവലില് അതേമാതിരി തന്നെ അവര് ലിബറൽ ആയിട്ടാണോ വരുന്നത്, അതായത് ലിബറൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ്. ഇതിന് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു
ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം വരുന്നതും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ നമ്മൾ ഇതുമാതിരി കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഇതിനെ, അതായത് ജനാധിപത്യ ഭരണകൂടത്തിന്റെ ഇവല്യൂഷൻ അല്ലെങ്കിൽ അതെങ്ങനെ വന്നുപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുമ്പോൾ തന്നെ ടേം അത് ഗ്രീക്ക് ടേം ആണ്. ഡെമോസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ആൾക്കാര്. ക്രേഷ്യ എന്ന് പറഞ്ഞാൽ റൂൾ അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി. അപ്പോൾ ആരുടെ റൂള്? ജനങ്ങളാൽ ഒരു റൂൾ ബൈ ദ പീപ്പിൾ. നമ്മൾ ഡെമോക്രസിക്ക് പറയാറുണ്ട് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ വേർഡിനെ, ഡെമോക്രഷ്യ എന്നുള്ള പറഞ്ഞ വേർഡിനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഗ്രീക്കിലാണ്. അതും 15ാമത്തെ സെഞ്ചുറിയിൽ. പിന്നെയാണ് അത് മാറി 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 സിറ്റി സ്റ്റേറ്റ്സ് വരികയും ആ സിറ്റി സ്റ്റേറ്റ്സ് വഴി ക്ലാസിഫൈ ചെയ്ത് ഓരോ ഭരണകൂടം ആയി മാറുന്നു. ആ ഭരണകൂടത്തിന് നമ്മള് മൊണാർക്കി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? രാജവാഴ്ച. അരിസ്റ്റോക്രസി അല്ലെങ്കിൽ ഒളിഗാർക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രഭുക്കന്മാര് രാജാവിനെ കൺട്രോൾ ചെയ്യുക, ഒരു ഫാമിലി, റോയൽ ഫാമിലി കൺട്രോൾ ചെയ്യുക. പിന്നെ ഡെമോക്രസി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന വോട്ടവകാശം വെച്ച് ഒരു ഗ്രൂപ്പിനെ എലക്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് എല്ലാരും ആ പ്രോസസ്സിൽ, അതായത് ഗവൺമെന്റ് ഉണ്ടാകാൻ വരുന്ന ആ പ്രോസസ്സിൽ, ആ സിസ്റ്റത്തില് നമ്മളുടെ വോട്ടിംഗ് കാസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്ച്വലായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കാൻ രൂപീകരിക്കുന്നതിൽ നമ്മളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം. അപ്പോൾ ക്ലാസിക്കൽ ഗ്രീസിന്റെ ആ സമയത്തിൽ മോഡേൺ ടൈമിൽ ചില ഇൻഡിവിജ്വൽസിന് അൺക്വാളിഫൈഡ് ആയിരുന്നു. കാരണം 15ാമത്തെ നൂറ്റാണ്ടിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ, അഡൽട്ട് പോപ്പുലേഷൻ മാത്രമേ അവരെ ഡെമോസ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. 20th സെഞ്ചുറി ആയപ്പോഴത്തേക്കും യൂണിവേഴ്സൽ സഫറേജ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും അവനവന്റെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതും, അതേമാതിരി അവരുടെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് നമുക്ക് വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ വോട്ടവകാശം. ഈ വോട്ടവകാശം ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് ജർമ്മനിയിലാണ് 1919. അതിനുശേഷം സ്വീഡനില്, അതിനുശേഷം ഫ്രാൻസില് അവരുടെ വാർ കഴിഞ്ഞ ശേഷം. അപ്പോൾ അഡൽട്ട് ഫ്രാഞ്ചൈസ് വരുന്നതും സിറ്റി സ്റ്റേറ്റ്സും നേഷനായിട്ട് മാറുന്നത് 1945. നമ്മളുടെ ഇന്ത്യയുടെ ഫ്രീഡം കിട്ടുന്നതിന് 2 വർഷം മുമ്പാണ് ഫ്രാൻസില് ഈ അഡൽട്ട് ഫ്രാഞ്ചൈസ് കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ ഇതിനും ഓരോ കാര്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ആണുങ്ങൾക്ക് പാടില്ല, ഇത്രയുള്ള സ്ലേവ്സ് പാടില്ല, പല കണ്ടീഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോ പരാമർശിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളുടെ 47 നമുക്ക് അഡൽട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയപ്പോൾ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതായത് വോട്ടവകാശം കിട്ടി. പക്ഷെ ഫ്രഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അത് 1945 ഇങ്ങനെ വരുമ്പോൾ ഈ ആരാണ് റൂൾ ചെയ്യുന്നത്? ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് ബൈ ദ പീപ്പിൾ ആണ്. അതായത് ഗവൺമെന്റിനെ രൂപീകരിച്ചത് എലക്ഷൻ മുഖാന്തരം അവർ രൂപീകരിച്ച ഒരു ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് അതിനെ റൂൾ ചെയ്യുന്നത്. അതാണ് റൂൾ ബൈ ദ പീപ്പിൾ. ജനാധിപത്യ ഭരണത്തിൽ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ജനാധിപത്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഇവിടെയാണ് ജനാധിപത്യ ഭരണത്തിൽ മാത്രമാണ് എല്ലാവിധ ആൾക്കാർക്കും, എല്ലാ കാൻഡിഡേറ്റ്സിനും അല്ലെങ്കിൽ എല്ലാവിധ പൗരനും സ്വന്തം വോട്ടിംഗ് സിസ്റ്റം, സ്വന്തം പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി റോമൻ റിപ്പബ്ലിക്കിലോ ഇറ്റാലിയൻ റിപ്പബ്ലിക്കിലോ മിഡിൽ ഏജിലോ ഒക്കെ ഇത് ഏർലി റിനൈസൻസ് ടൈമാണ്. അപ്പൊ അവിടെ യൂണിവേഴ്സൽ സഫറേജ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രാക്ടീസ്
ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനാധിപത്യ നേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഷിഫ്റ്റിംഗ് ആണ്. സ്മോൾ സ്കെയിൽ സിറ്റി സ്റ്റേറ്റ്സിൽ നിന്ന് തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു സിറ്റി സ്റ്റേറ്റ്, അതിൽ നിന്ന് വലിയ 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 രീതിയിലുള്ള ലാർജ് സ്കെയിൽ ആയിട്ടുള്ള മോഡേൺ നേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യന്മാരുടെ റൈറ്റ് കളക്റ്റീവ് സെൽഫ് ഡിറ്റർമിനേഷൻ ആണ്. കളക്റ്റീവ് ഒരുമിച്ചുള്ള കൂട്ടായ്മയോടെ സെൽഫ് ഡിറ്റർമിനേഷൻ ആണ്. ഇതേമാതിരി തന്നെ കോളനിയൽ കൺട്രോളിൽ ഇരുന്നവരെ പോസ്റ്റ് കൊളോണിയൽ റിഷീംസിലും ആ ഗവൺമെന്റ് സെൽഫ് ഗവൺമെന്റ് വരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് ആന്റി കൊളോണിയൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഫ്രീഡം കിട്ടുന്നത്. ആ ഫ്രീഡം കിട്ടുമ്പോഴാണ് അവർക്ക് അവരുടേതായ വോട്ടവകാശം കിട്ടുക. ആ വോട്ടവകാശം സെക്കൻഡ് ആൻഡ് തേർഡ് വേൾഡിൽ വരുമ്പോഴത്തേക്കും അതിന്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് മുഴുവനും പൊളിറ്റിക്കലി അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ക്യാപിറ്റേഷൻ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, വർക്ക് ഫോർ ഓൾ, ഇങ്ങനെ പ്ലാൻഡ് ഇക്കോണമി. അതേമാതിരി തന്നെ ഓരോരുത്തർക്കുമുള്ള അവകാശങ്ങൾ, ലീഗൽ റൈറ്റ്സ്, നിയമപരമായ അവകാശം, പൊളിറ്റിക്കലായ രാഷ്ട്രീയമായ അവകാശം, മൾട്ടി പാർട്ടി വേണോ അല്ലെങ്കിൽ പാർലമെന്ററി പൊളിറ്റിക്സ് വേണോ, എല്ലാം അവർ സ്വയം ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നു. ഈ ജനാധിപത്യ ഭരണകൂടത്തിൽ ഈ വെസ്റ്റേൺ കൺട്രികളിൽ പൊളിറ്റിക്കലായിട്ടും ലീഗലായിട്ടും എംഫസൈസ് ചെയ്തിരുന്ന കാര്യം എന്താ വെച്ചാല് സിവിക് റൈറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഇലക്ടറേറ്റിലെ സിവിക് റൈറ്റ്സ്, നിങ്ങളുടെ വോട്ടവകാശത്തിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഉണ്ടാകുന്നത് ഫോർമലായിട്ട് ലിബർട്ടിയിലും ഇക്വാളിറ്റിയിലും കൂടെയാണ്. നിങ്ങളുടെ ഇക്വാളിറ്റി നിങ്ങൾ ഉപയോഗിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡിബേറ്റ്സ്, പലവിധ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് പരാമർശിക്കാൻ പോകുന്നത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികൾ, അതായത് ഭരണകൂടം ഏത് രാജ്യത്ത് സ്വയമേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് സ്റ്റേറ്റിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് ഡെവലപ്ഡ് സ്റ്റേറ്റില് കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോൾ കാണുന്നത് പൊളിയാർക്കൽ റെജീംസ്. റോബർട്ട് റേഹൽ പറയുന്നുണ്ട് പൊളിയാർക്കി എന്ന് പറഞ്ഞാൽ ബഹുസ്വരത എന്നർത്ഥം. അപ്പൊ ഈ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പോസിഷൻ രണ്ടുപേരും അവിടെ വരുന്നുണ്ട് ആ ഫോം ഓഫ് ഗവൺമെന്റിൽ അല്ലെങ്കിൽ ആ ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ. പൊളിയാർക്കി എന്ന് വെച്ചാൽ അതിനെ പൊളിയാർക്കിനെ പറ്റി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ബഹുസ്വരത. ഓക്കെ, ഇതിലെ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? എല്ലാവർക്കും പ്രിഫറൻസ് വന്നത് ലിബറൽ ഡെമോക്രസിയാണ്. ലിബറൽ ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താ? ജനാധിപത്യം, ജനങ്ങൾ വോട്ടെടുത്തിട്ടുള്ള ജനാധിപത്യം. അതിനെ കമ്പാരിസൺ ചെയ്യുമ്പോഴോ താരതമ്യപ്പെടുത്തുമ്പോഴോ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അതിനെ താരതമ്യപ്പെടുത്തുന്നത്. എന്തിനാണ് താരതമ്യപ്പെടുത്തുന്നത് നോക്കിയാല് ആദ്യത്തെ കോൺസെപ്റ്റിൽ, ആദ്യത്തെ വീക്ഷണത്തിൽ ഏറ്റവും ഉചിതമായ ഒരു ഐഡിയലായ ഒരു ഫോം ഓഫ് ഭരണകൂടമാണ്. കാരണം ഇതിൽ പല വിധത്തിലുള്ള മാനദണ്ഡങ്ങളോടുകൂടി വരുന്നതാണ് ഈ നോർമേറ്റീവ് ഇംപ്ലിക്കേഷൻസ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ പൊളിയാർക്കി എന്നുള്ള ആ കോൺസെപ്റ്റില് നമ്മളുടെ ഗവൺമെന്റ് ഡെമോക്രാറ്റിക് റെജീംസിൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ജനാധിപത്യ ഭരണകൂടത്തിൽ ഷോർട്ട് വേസിലായാലും ശരി, സിഗ്നിഫിക്കന്റ് വേസിലായാലും ശരി, ഓത്തറൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള തിയറിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് റിജീംസ് എവിടെയൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചാല് നോർത്ത് അമേരിക്ക, വെസ്റ്റേൺ യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. അതേമാതിരി തന്നെ ഇതേമാതിരി സ്റ്റേറ്റ്സ് ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത് ജപ്പാൻ ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇനി ഇതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അതായത് ഓരോ ക്യാരക്ടറിസ്റ്റിക് ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ജനാധിപത്യ ഭരണകൂടത്തിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ പ്രാക്ടീസിനെയും ബേസ് വന്ന് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ സഫ്രേജ് ആണ് അല്ലെങ്കിൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇതില് ഇവര് ഇലക്ഷനിലെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്തെടുക്കുകയാണ്. ആ എലക്ട് ചെയ്തെടുത്തവര് ഒരു പബ്ലിക് ഓഫീസിലേക്ക് വരുന്നു, ആ പാർട്ടീനെ റെപ്രസെന്റ് ചെയ്യുന്നു, അവര് പബ്ലിക് സപ്പോർട്ടോടുകൂടി
അവരുടെ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നു. ഇനി നിയമപരമായും തെറ്റില്ലാത്ത ഫെയർ ആൻഡ് എലക്ഷൻസ് നടത്തണം. അതായത് മാൽ പ്രാക്ടീസ് ഒന്നുമില്ലാതെ നേരെ ചൊവ്വയുള്ള ഒരു എലക്ഷൻ നടത്തിയാണ് ഗവൺമെന്റ് ഉണ്ടാവുന്നത്. കോമ്പറ്റീഷൻ ഉണ്ടാവും, പക്ഷെ അതിന്റെ പ്രഷർ കൂടുതലാകാൻ പാടില്ല. കാരണം നമ്മൾ ഇവിടെ പ്രഷർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് എടുക്കാം. നിങ്ങൾ എത്ര വേണമെങ്കിലും പബ്ലിസിറ്റി കൊടുക്കാം, പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ഒരാള് അവനവന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് വേണം വോട്ട് ചെയ്യാൻ എന്നുള്ളതാണ് അർത്ഥം. ഇനി ഇതിൽ തന്നെ ഈ ഭരണകൂടത്തിൽ ഒപ്പോസിഷൻ അല്ലെങ്കിൽ എതിർ പാർട്ടിയെ സഹകരിച്ചു പോകാനുള്ള ഒരു ടോളറൻസ് കാണിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഇവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൺട്രോളും ഗവൺമെന്റ് ഉണ്ടെങ്കിൽ കൂടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലി എന്ന് പറയാം, അതിനെ ഗ്യാരണ്ടി ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും ഓരോ മനുഷ്യന്റെയും സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. നമ്മളുടെ സോഷ്യൽ മൂവ്മെന്റ്സിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ, സിവിൽ സൊസൈറ്റിയുടെ റൈറ്റ്സും അതിൻ്റെതായ പ്രൊട്ടക്ഷനും. ഇനി ഈ റെജീമില് എക്സസൈസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ലീഗാലിറ്റി, ലെജിറ്റിമസി, ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ശരി, അവരുടെ റിലേഷൻ, അവർക്ക് ലീഗലി അവർക്ക് എന്തൊക്കെ ചെയ്യാം, എത്രത്തോളം ചെയ്യാം, എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാം, എത്രത്തോളം ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതേമാതിരി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ലിബറൽ ഇൻഡിവിജ്വാലിസ്റ്റിക് ട്രഡീഷനില് പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിചാരത്തിനെ പറ്റിയും നമ്മൾ സംസാരിക്കുന്നു. അവിടെ നമ്മൾ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഫ്രീ ആയിട്ട് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സൊസൈറ്റിയാണ്. അതായത് മോഡേണൈസേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ വരുന്നത് വെസ്റ്റേൺ ലിബറലിസമാണ്. പാശ്ചാത്യ രാജ്യത്തിലുള്ള സ്വാതന്ത്ര്യം, കൂടുതൽ സ്വാതന്ത്ര്യം. ഇതൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഫേവർ ചെയ്യുന്നത് സെൻട്രലൈസേഷൻ, അതേമാതിരി സെൻട്രൽ ആയിട്ടുള്ള ഒരു മെജോറിറ്റി റൂളും അതിനെ ഫ്രാഗ്മെന്റ് ചെയ്ത്, അതായത് പിന്നാലെ കുറച്ച് വരുന്നതും, കൂടാതെ പ്ലൂറാലിസം നമ്മൾ ഫോളോ ചെയ്യും. പ്ലൂറാലിസം എന്ന് പറഞ്ഞാൽ പല പാർട്ടി, ബഹുജന സ്ഥിരതയുള്ള പല പാർട്ടികൾ എന്നുള്ള അർത്ഥം. ഇപ്പൊ കമ്പാരിറ്റേറ്റീവ് പൊളിറ്റിക്കൽ തിയറിയിൽ നമ്മൾ ഇന്നലെയും പറഞ്ഞു, മെജോറിറ്റി കിട്ടണം. ഓരോ ഭരണകൂടം വരണമെങ്കിൽ അതിന് മെജോറിറ്റി കിട്ടണം. ഡെമോക്രാറ്റിക് ഭരണകൂടത്തിലായാലും ശരി, പ്ലൂറാലിസ്റ്റിക് ഡെമോക്രാറ്റിക് റെഷീമിലായാലും ശരി, ഇങ്ങനെ എത്രത്തോളം കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നു അവരായിരിക്കും ഗവൺമെന്റ് ഫോം ചെയ്യുക. അപ്പൊ മെജോറിറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിൽ പാർലമെന്ററി ലൈൻ, നമ്മൾ പാർലമെന്ററി ലൈനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം വെസ്റ്റ് മിനിസ്റ്റർ, ഇംഗ്ലണ്ടിലാണ് ഈ ഡെമോക്രസി ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. പാർലമെന്ററി ഡെമോക്രസി വരുമ്പോൾ അവിടെയാണ് ഇത്. യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ ആൻഡ് ഇസ്രായേൽ. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ്, സിംഗിൾ പാർട്ടി സിസ്റ്റം ഉണ്ട് ചിലയിടത്ത്. അതേമാതിരി തന്നെ സെപ്പറേഷൻ ബിറ്റ്വീൻ, അതായത് എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറും ഉള്ള സെപ്പറേഷൻ, സിമ്പിൾ പ്ലൂറാലിറ്റിയിലും പോകുന്നുണ്ട്. അപ്പൊ ഇലക്ട്രൽ സിസ്റ്റം യൂണിറ്ററി ആയിരിക്കാം, ക്വാസി ഫെഡറൽ ഗവൺമെന്റ് ആയിരിക്കാം, ലെജിസ്ലേറ്റീവ് സുപ്രമസി ആയിരിക്കാം. എന്തായാലും അതിന്റെ മാനദണ്ഡങ്ങൾ, നോർമേറ്റീവ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വേണം അത് കൊണ്ടുവരാൻ. ഇവിടെ US പല പാർട്ടികളുള്ള ഡെമോക്രാറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള US മോഡൽ ആണെങ്കിൽ അവിടുത്തെ സെപ്പറേഷൻ പവറിനെ, അധികാരത്തിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു, എങ്ങനെ ചെക്ക് ചെയ്യുന്നു, എങ്ങനെ ബാലൻസ് ചെയ്യുന്നു. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫ്രാഗ്മെന്റേഷന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രാഗ്മെന്റേഷന് അലൗ ചെയ്യാണ്, പിരിക്കാനായിട്ടുള്ള അലവൻസ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റേറ്റ്സ് വരുമ്പോഴാണ് നമുക്ക് നെതർലാൻഡ്സിലുണ്ട്, ബെൽജിയത്തിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, സ്വിറ്റ്സർലാൻഡിലുണ്ട്. ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഡിവൈഡിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ റിലീജിയൻ, മതം, ഐഡിയോളജി, റീജിയണൽ, ഓരോ റീജിയണൽ വൈസ് ആയിട്ടുള്ള, പിന്നെ ഭാഷ, ലിംഗ്വിസ്റ്റിക്, പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഇതിനെയൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഭരണകൂടങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനെ ഒരു കോൺസെൻഷ്വൽ ഡെമോക്രാറ്റിക് റെജീംസ് എന്ന് പറയാം. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പല വിധത്തില് നമ്മളുടെ വാല്യൂ, നമ്മളുടെ
ഷെയറിങ് അല്ലെങ്കിൽ പവർ ഷെയറിങ് അല്ലെങ്കിൽ നമുക്ക് പറയാം ബാർഗെയിൻ ചെയ്യാനും നമുക്ക് ആർഗ്യുമെന്റ് ചെയ്യാനും ഗവൺമെന്റിന് പറ്റും. ഇതിലെ കോമൺ ഫീച്ചേഴ്സിൽ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഒരു കോയിലേഷൻ ഗവൺമെന്റ്, അതായത് പല പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു ഗവൺമെന്റ്, കോയിലേഷൻ ഗവൺമെന്റ് എന്ന് വെച്ചാൽ അതാണ് വരിക. അതിന്റെ ആ സെപ്പറേഷൻ പവേഴ്സ്, ഏത് പവർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ലെജിസ്ലേറ്റീവിനും അതേമാതിരി എക്സിക്യൂട്ടീവിനും, അതേമാതിരി ബൈക്യാമറൽ, ബൈ എന്ന് വെച്ചാൽ രണ്ട്, ബൈക്യാമറൽ സിസ്റ്റം വേണോ, മൾട്ടി പാർട്ടി സിസ്റ്റം വേണോ, പ്രപ്പോർഷണൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കൊടുക്കണോ, ഫെഡറലിസം കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ഡിവാലുവേഷൻ ചെയ്ത പവർ പൊളിറ്റിക്കൽ ബില്ലിനെ അങ്ങനെ ബിൽ ഓഫ് റൈറ്റ്സിലേക്ക് കൊണ്ടുവരണോ എന്നുള്ളതൊക്കെ അവിടെ നിന്ന് ആലോചിച്ചു വരുന്നു. ഇങ്ങനെ നമ്മൾ പിന്നെ വരുന്നത്, നമ്മൾ നോക്കുന്നത് ഡെമോക്രാറ്റിക് റെജീമിന്റെ ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിൽ വരുന്ന പ്രതിസന്ധികളാണ്. ഇവിടെ എന്തൊക്കെയാ വരുന്നത് വെച്ചാൽ ആഫ്രിക്ക ആൻഡ് ഏഷ്യ ആ സമയത്ത് കൊളോണിയൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമാണ്. അപ്പൊ ഡീകോളനൈസേഷൻ വരുമ്പോഴത്തേക്കും പുതിയൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ന്യൂ സ്റ്റേറ്റ് ട്രാൻസ്ഫോം ചെയ്ത് ഗവൺമെന്റിന്റെ പുതിയൊരു ഗവൺമെന്റ് ആയിട്ട് മാറുകയാണ്. നാഷണലിസ്റ്റും ആന്റി നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ് ഒക്കെ വരുന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ടുള്ള നേഷൻ ബിൽഡിങ്ങും സ്റ്റേറ്റ് ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും ആ കാലഘട്ടങ്ങളിൽ. അതിനുശേഷമാണ് ആ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എങ്ങനെ, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി എത്രത്തോളം ഇംപ്രൂവ് ആയി, ഓരോ ഫാക്ടേഴ്സ് എടുക്കുകയാണ്. ഡെവലപ്മെന്റ് എടുത്തിട്ടാണ് ആ ജനാധിപത്യം എക്സ്പീരിയൻസ് ഉണ്ടോ, അതേമാതിരി തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും പോസ്റ്റ് കൊളോണിയൽ ടൈമിൽ അഡോപ്റ്റ് ചെയ്തത് മുഴുവനും ഈ ജനാധിപത്യ ഭരണകൂടമാണ്. കാരണം അതിനെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. അതേമാതിരി തന്നെ ആ സിസ്റ്റത്തിനും അതോറിറ്റി മാത്രം വേൾഡ് വൈഡ് നമ്മൾ നോക്കുമ്പോൾ ഡെമോക്രസി ഉണ്ടെങ്കിൽ കൂടെയും അതോറിറ്റേറ്റീവ് ഫോംസ് ഓഫ് ഗവൺമെന്റ് വരുന്നത്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പാകിസ്ഥാൻ എടുക്കാം. അവിടെ ഡെമോക്രാറ്റിക് ഫോം ആയാൽ കൂടെയും അതോറിറ്റി അവരുടെ ആക്ച്വൽ വർക്കിങ്ങിലാണ് പോകുന്നത്. ഇനി ഇതിന്റെ ക്ലാസ് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ എന്തിന്റെ ബേസിലാണ് ഡിവിഷൻ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്, ട്രൈബൽ, ആദിവാസികൾ, റിലീജിയസ് എന്ന് വെച്ചാൽ മതപരമായ, അതിനെയൊക്കെ സൊസൈറ്റി, സിവിൽ സൊസൈറ്റി ആയിട്ട് കൂട്ടുന്നു. ഈ സിവിൽ സൊസൈറ്റി എത്തനിക് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഒരു യൂണിറ്റിമാര് നിൽക്കുകയും, അതായത് രാഷ്ട്രീയ ഡെവലപ്മെന്റിന്, രാഷ്ട്രീയ പുരോഗതിക്ക് വേണ്ടി അവര് വർക്കും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ പാർട്ടിൽ കൂടിയാണ് ഈ ഡിമാൻഡ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ അതിന് റിസോഴ്സ് സ്കേഴ്സ് എക്കോണമി എന്ന് പറയും. അതായത് നമുക്ക് സ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ്, റിസോഴ്സ് എന്ന് വെച്ചാൽ അവിടെയുള്ള ധാതുക്കളും എല്ലാം കൂടെ ചേർത്തല്ല. ആ എക്കോണമിയിൽ അല്ലെങ്കിൽ ആ ധനപരമായ കാര്യങ്ങളിൽ എല്ലാം ഫുൾഫിൽമെന്റ് എല്ലാം ചെയ്തു വരുന്നു എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കോർഡിനേഷൻ ആണ്. കോർഡിനേറ്റ് ചെയ്ത് മറ്റ് ഗ്രൂപ്പുകളുടെ കോർഡിനേഷൻ ചെയ്യുക, അവരുടെ ഡിമാൻഡ്സ് നോക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഈ അതോറിറ്റേറിയൻ മെഷേഴ്സ് വരുന്നത്. പാർട്ടിസിപ്പേഷൻ ചെയ്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ്മെന്റ് ആയാൽ മാത്രം പോരാ. അതിനെ അതോറിറ്റേറിയൻ മിലിറ്ററി വഴിയോ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള പ്രഭുക്കളുടെ റെഷീം വഴിയോ, അതായത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം ലാറ്റിൻ അമേരിക്ക. അപ്പോ ഈ ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ്, അതായത് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്സിന്റെ കാര്യമാണ് നമ്മൾ ഇപ്പൊ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായാലും ശരി, ഈസ്റ്റിലായാലും ശരി, നമ്മൾ ഉദ്ദേശിക്കുന്നത് ധനപരമായ ഗോൾസ് ആണ്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അച്ചീവ്മെന്റിനെക്കാട്ടിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ധനപരമായ വ്യത്യാസം എന്ത് വരാൻ പറ്റും, എന്ത് പ്രോഗ്രസ് അവിടെ കൊണ്ടുവരാൻ പറ്റും, ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് എത്രത്തോളം ലിബർട്ടി കിട്ടും. ഇതൊക്കെയാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കൺസേൺ ചെയ്ത് വന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്സ് എക്കോണമി നോക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയ, തായ്വാൻ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, മലേഷ്യ.
പിന്നെ രണ്ടാമതായിട്ട് നോക്കുമ്പോൾ ഈസ്റ്റിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും നോക്കുമ്പോഴത്തേക്കും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പവർഫുൾ ആയിട്ടുള്ള റൂളിംഗ് പാർട്ടീസിനെ നമ്മൾ ടോളറേറ്റ് ചെയ്തിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റും വിശ്വാസവും കാണിച്ചിട്ടാണ് പബ്ലിക് ബോഡീസിനെയും പ്രൈവറ്റ് ബോഡീസിനെയും നാഷണൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി മൂന്നാമതായിട്ട് ഏഷ്യൻ ജനാധിപത്യത്തിലോ കമാൻഡ് വരുന്നത് ലെജിറ്റിമസിയാണ്. ബേസ്ഡ് ഓൺ കൺഫ്യൂഷ്യൻ വാല്യൂസിൽ സ്ട്രെസ് കൊടുക്കേണ്ടത് എവിടെയാ? ലോയൽറ്റി, ഡിസപ്ലിൻ, ഡ്യൂട്ടി, അതിലാണ് അവിടെ പ്രാധാന്യം ഊന്നി കൊടുത്തിട്ട് ഈ 3 ഫാക്ടേഴ്സ് ക്വാളിഫൈ ചെയ്യുമ്പോൾ അവരുടെ ജനാധിപത്യ ഭരണകൂടം ഈസ്റ്റിലും സൗത്ത് ഏഷ്യൻ കൺട്രീസിലും അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതോറിറ്റേറിയൻ ടെൻഡൻസീസ് ആയിട്ട് മാറുന്നു. ഇനി ഇതേമാതിരി തന്നെ ചൈനയില് ഫോർമൽ ഡെമോക്രസീസില് കോമ്പറ്റീഷൻ ഉള്ള ഒരു അക്കൗണ്ടബിലിറ്റി, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, ഇതൊക്കെ ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ളതാണെങ്കിൽ കൂടിയും ഇവിടെ എക്സ്റ്റെൻസീവ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ, അതായത് അവിടുത്തെ പൗരന്മാർക്ക് പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള ഒരു ഭരണകൂടം. അത് മാത്രമല്ല ലോക്കൽ വോട്ടിംഗ് വന്നിട്ട് ലോക്കൽ ഇലക്ഷൻസ് വഴിയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സാമുവൽ ഹണ്ടിങ്ടൺ പറയുന്നുണ്ട് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന്. അതായത് പരസ്പരമായിട്ടുള്ള ക്ലാഷ് വരുന്നു. ഇവിടെ ഏത് ക്ലാഷാണ് വരുന്നത് വെച്ചാൽ പൊളിറ്റിക്സ്, രാഷ്ട്രീയം, നോർത്ത് ആഫ്രിക്കയിലെ രാഷ്ട്രീയവും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം, അതേമാതിരി തന്നെ സൗത്തും തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ക്ലാഷ് ആണ് പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്നത് അർബൻ പുവർ ആയിട്ടുള്ള ഇസ്ലാമിക് ഗ്രൂപ്പിനെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവരുടെ കൺസ്ട്രക്ഷനും റീകൺസ്ട്രക്ഷനും ഇസ്ലാമിക് ലൈനിൽ, മുസ്ലിം ലോ പ്രകാരം ഇസ്ലാമിക് ലൈനിൽ വരുമ്പോൾ ഇറാൻ, സുഡാൻ, പാകിസ്ഥാൻ, ഇതാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് മതപരമായുള്ള ലെവലിൽ നിന്നുള്ളതിന്റെ അർത്ഥത്തില്. ഇനി ഇവിടെ ഇല്ലീഗൽ ആയിട്ട് 2 കൗണ്ട്സ് ഉണ്ട് നമ്മൾ പറയുന്നുണ്ട് വെസ്റ്റേണ് കമ്പയർ ചെയ്യുമ്പോൾ. അത് എന്താന്ന് വെച്ചാല് ഈ ഭരണകൂടം വയലേറ്റ് ചെയ്തിട്ടുണ്ടോ, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് റൂൾസ് വല്ലതും വയലേറ്റ് ചെയ്തിട്ടുണ്ടോ, അതായത് അവനവന്റെ പ്രിൻസിപ്പിൾസില് സ്വന്തം ജീവിതത്തിലും പൊളിറ്റിക്കൽ രാഷ്ട്രീയ തലത്തിലും വല്ലതും വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ അടുത്തതായിട്ട് സെക്കൻഡായിട്ട് നോക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ അതോറിറ്റി, അതായത് രാഷ്ട്രീയമായ അതോറിറ്റിയിൽ എന്തെങ്കിലും അൺലിമിറ്റഡ് പവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ അൺലിമിറ്റഡ് പവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അവരുടെ സ്പിരിച്വൽ വിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവിധ പോപ്പുലർ ആയിട്ടുള്ള പെർമിഷനോട് കൂടിയാണോ, അതെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിന്റെ അകത്ത് നിന്നുകൊണ്ടാണോ. ഇങ്ങനെയാണ് ഈ ഇസ്ലാം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബഹുജനവാദത്തിൽ കൂടെ ഗൈഡ് ചെയ്ത് വരുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പാകിസ്ഥാനും മലേഷ്യയും. അപ്പോൾ ഓരോ രാജ്യം അവരുടെ വിചാരങ്ങൾ, അവരുടെ ഫണ്ടമെന്റൽ ക്യാരക്ടറാണ് അവിടെ തിരിച്ചു വരുന്നത്. ഇനി അതോറിറ്റേറിയൻ റെഷീംസിൽ എന്താ വരുന്നത്? അതോറിറ്റേറിയൻ റെഷീംസിൽ മുഴുവനും പവറാണ്. പവർ അതോറിറ്റേറിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഒബീഡിയൻസ്, കംപ്ലീറ്റ് ഒബീഡിയൻസ്, ബ്ലൈൻഡ് ഒബീഡിയൻസ്. അപ്പൊ അവിടെ കൺസെന്റും വില്ലിങ്നെസ്, റെസ്പെക്ട് ഒന്നും അല്ല, പറഞ്ഞത് അനുസരിക്കുക, ലെജിറ്റിമേറ്റ് ആയിട്ട്. അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ഈ അതോറിറ്റീനെ മോറലായിട്ടും എത്തിക്കലായിട്ടും അനുഭവിക്കുന്നുണ്ടോ, ലെജിറ്റിമേറ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്, ഫ്രം ദ ബിലോ എന്ന് പറയാം. അപ്പൊ ഇങ്ങനത്തെ ഗവൺമെന്റ് എക്സസൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ അതോറിറ്റേറിയൻ ഗവൺമെന്റ് എന്ന് പറയാം. മേലയിൽ നിന്ന് പറയുന്നത് അതോറിറ്റേറിയൻ എന്ന് വെച്ചാൽ മേലെയുള്ള നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് നമ്മൾ അനുസരിക്കുക, അത്രേ ഉള്ളൂ. ഓർ വി ക്യാൻ സേ ദാറ്റ് ഗവൺമെന്റ് ഫ്രം എബവ്, അത്രേ ഉള്ളൂ. അത് ഏത് വിധത്തിലായി, മൊണാർക്കിക്കൽ ആയാലും ശരി, ആബ്സല്യൂട്ട് ഗവൺമെന്റ് ആയാലും ശരി, ട്രഡീഷണൽ ആയിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ആയാലും ശരി, അല്ലെങ്കിൽ പല പാർട്ടി ചേർന്നിട്ടുള്ള റെഷീം ആയാലും ശരി, അവിടെ അതോറിറ്റി പറയുന്നത് അനുസരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ അതോറിറ്റേറിയൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യുമ്പോൾ ടോട്ടലിറ്റേറിയൻ റെഷീംസിൽ നിന്ന് ഒരു ചെറുതായിട്ടുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ടേംസിൽ
മോഡൽ ഗവൺമെന്റ് സെൻട്രലൈസേഷനും യൂണിഫിക്കേഷൻ ചെയ്ത് ഒരുമിച്ചെടുക്കാണ് റെജിമെന്റിന്. എന്നിട്ടാണ് അവിടെ ട്രാൻസ്ഫോം ചെയ്ത് വരുന്നത്. ഡെസ്പോട്ടിക് ആയാലും ശരി, ടിറനിയൽ ആയാലും ശരി. ഇനി ഇതിന്റെ ടേമിന്റെ റേഷ്യൽ 3 വിധത്തിലുള്ള റേഷ്യൽ ഡിക്റ്ററ്റോറിയൽ റെഷീംസ് ഉണ്ട്. അതായത് വാർ നടക്കുന്ന ഇന്റർ വാർ ടൈമില് ഇറ്റാലിയനിലുള്ള ഫാസിസം, ജർമ്മനിയിൽ ഉള്ള നാഷണൽ സോഷ്യലിസം, അതേമാതിരി റഷ്യയിലുള്ള സ്റ്റാലിനിസം. ഇതിനെ ഈ ടോട്ടലിറ്റേറിയൻ റെഷീംസിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിൽ ഈ എല്ലാം നെസസറിലി ടോട്ടലിറ്റേറിയൻ ആയിക്കോളുന്നില്ല. എങ്കിൽ കൂടെയും പരസ്പരം ഒപ്പോസിഷനും പൊളിറ്റിക്കൽ ലിബർട്ടിയും അവിടെ കാണുന്നുണ്ട്. ഇനി ഇതിന്റെ മാത്രമല്ല അതോറിറ്റേറിയൻ റൈറ്റ്സിൽ ഇവരുടെ റെജീംസിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക് ഡിസ്കഷനിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കി പോവാം. പെട്ടെന്ന് പോവാണ്. സഫീഷ്യന്റ് ആയിട്ടുള്ള പവർ ഉണ്ടോ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ? കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റിലാണോ? പിന്നെ ഇതില് അതോറിറ്റി വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ? അല്ലെങ്കിൽ സ്പെഷ്യൽ ക്വാളിറ്റി വല്ലതും ക്ലെയിം ചെയ്യുന്നുണ്ടോ? പിന്നെ നമുക്ക് നോക്കുന്നത് ഈ റെഷീംസിന് വയലൻസ്, അതായത് ആയുധം ഉപയോഗിക്കുന്നുണ്ടോ? പവർ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ലീഡേഴ്സ് സ്മൂത്ത് ആണോ? അല്ലെങ്കിൽ അതോറിറ്റേറിയൻ റെഷീംസിൽ അവരെങ്ങനെയാണ് കൂപ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് കൂപ്പേ ഗവൺമെന്റ് മാറുക വിത്തൗട്ട് പെർമിഷൻ. അപ്പൊ അങ്ങനെ വരുന്നുണ്ടോ? ഇതേമാതിരി തന്നെ റിലേഷൻസിലും റെഷീമിലും ബേസ് ചെയ്ത് അക്കൗണ്ടബിൾ ആണോ? പീപ്പിൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പൊ ഈ ഇന്റർനാഷണൽ പീസിലും അവര് ഇൻവോൾവ് ആവുന്നില്ല. അതോറിറ്റേറിയൻ റെഷീംസില് വളരെ ലോ ആൻഡ് ലിമിറ്റഡ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ആണ് നടക്കുന്നത്. കാരണം അവരുടെ റൂൾസ് പറഞ്ഞ് മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഡെമോക്രാറ്റിക് റെഷീമിനെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്ലൂറാലിസം ഉണ്ടെങ്കിൽ കൂടെയും ഇവിടെ സ്ട്രിക്ട്ലി പൊളിറ്റിക്കൽ ഗവൺമെന്റ് അവരുടെ ഗവൺമെന്റ് ഇൻട്രസ്റ്റിലാണ് പോകുന്നത്. ഇനി പൊളിറ്റിക്കൽ പവേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റിയും അവർ തന്നെ എടുക്കുന്നു. ഇനി പോസ്റ്റ് വാർ ടൈമില്, അതായത് വാറിന് ശേഷമുള്ള പോസ്റ്റ് വാർ ടൈമില് ഇത് പല കൺട്രികളിലും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതില് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പോർച്ചുഗൽ, ഗ്രീസ്, ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പൊളിറ്റിക്കലായിട്ട് നമുക്ക് രാഷ്ട്രീയമായിട്ടും ഇക്കണോമിക്കലായിട്ടും കൾച്ചറലായിട്ടും ഓരോ ഗവൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ മിലിറ്ററി പവറിലാണ്. എന്തിനാന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ അടിച്ചമർത്തണം, എന്നാൽ മാത്രമേ അവർ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേമാതിരി തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മിലിറ്ററിയുടെ യൂസ് ഉപയോഗിക്കുന്നത് ആ വിങ്സ് ഓഫ് ആർമി അർജന്റീനയിൽ 1978-ലും 83-ലും ഇപ്പോഴത്തെ മയൻമാറിലും ഇതേമാതിരി പേഴ്സണലൈസ്ഡ് ഡിക്റ്റേറ്റർഷിപ്പ്, ഒരാളുടെ ഡിക്റ്റേറ്റർഷിപ്പ് ആണ് അവിടെ ഉപയോഗപ്പെടുത്തത്, കരിഷ്മാറ്റിക് അതോറിറ്റി ആയിട്ട് കൊണ്ടുപോകുന്നത്. പല ലീഡേഴ്സും ഉണ്ട്. ജനറൽ ഹക്ക് ഉണ്ട് പാകിസ്ഥാനില്, ജനറൽ അബേച്ച ഉണ്ട് നൈജീരിയയില്, കേണൽ പാപ്പലോഡസ് ഉണ്ട് ഗ്രീസില്, ജനറൽ പിക്കോച്ചുണ്ട് ചിലിയില്. അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അവർ കൺട്രോൾ ചെയ്ത് വരുന്നു എന്നുണ്ട്. ആ റെഷീം, ആ ഭരണകൂടം അവരുടെ കൈക്കുള്ളിൽ നിൽക്കുന്നു എന്നുള്ള ലെവലിലാണ്. എന്നാലും ആംഡ് ഫോഴ്സിന്റെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ കൂടിയും മിലിറ്ററി ചില സമയത്ത് അവര് കൺട്രോൾ കൂടുതലായിട്ട് പവർ അതോറിറ്റിയിൽ മിലിറ്ററി എടുക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ ഒരു ആർമി വിഡ്രോ ചെയ്തിട്ട് അവര് പവർ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു അടുത്ത ഇതോടുകൂടി ഈ ചാപ്റ്റർ ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ ഡെമോക്രാറ്റിക് റെജീംസില് പല പ്രോസസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടത്. എവല്യൂഷണറി പ്രോസസ്സ് വന്നു, അതിന്റെ കൂടെ അത് ഫോമായി വന്നു. ഇനി അടുത്ത ചാപ്റ്റർ യൂണിറ്റ് 4 വരുന്നത് നമ്മൾ കാണുന്നത് സിവിലിയൻ ആൻഡ് മിലിറ്ററി റെജീംസ് ആണ്. അതായത് സാധാരണക്കാരും മിലിറ്ററിയുമായിട്ടുള്ള കൺട്രോള്, അവരുടെ കൺട്രോളിൽ വരുന്നതാണ് ഈ മിലിറ്ററി റെജീംസ് എന്ന് നമ്മൾ പറഞ്ഞു വരുന്നത്. മിലിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം പവർഫുൾ ആണ്. ഒരു സ്റ്റേറ്റില് വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് മിലിറ്ററി. മിലിറ്ററിയിൽ തന്നെ സബ്സെറ്റ് ഉണ്ട്, അതോറിറ്റി. അവരുടെ ഭരണകൂടത്തിൽ പല വിധത്തിൽ അതോറിറ്റികളുണ്ട്.
ആ അതോറിറ്റികൾ, ജനറൽ ആയിട്ടുള്ള അതോറിറ്റി ഏതിനെ സംബന്ധിച്ചിരിക്കുന്നു? ഗവൺമെന്റിന് ഏത് അഫിലിയേറ്റഡ് ആണ്, ഇന്റേണൽ ക്രൈസിസ് ഉണ്ടോ, അതേമാതിരി വളരെ ഇറസ്പെക്റ്റീവ് ആയിട്ടുള്ള ഗവൺമെന്റ് ആണോ, മിലിറ്ററി എപ്പോഴും അനുസരിക്കുന്ന എക്സിക്യൂട്ടീവ് ആണോ, അത് എങ്ങനെയാണെന്നുള്ളതാണ്. എക്സിക്യൂട്ടീവിന്റെ പവർ ജെനുവിൻ റിക്വയർമെന്റ്സ് ആംഡ് ഫോഴ്സിന്റെ, അല്ലെങ്കിൽ ഈ നമ്മളുടെ ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നത് മിലിറ്ററിന്റെ ഇതിനെയാണ് നമ്മൾ ആംഡ് ഫോഴ്സ് എന്ന് പറയാ. അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുക്കുക. സിവിലിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, സിവിലിയൻ എന്ന് വെച്ചാൽ സാധാരണക്കാരാണ്, ആർമിയിൽ ഇല്ലാത്തവരാണ് നമ്മൾ സിവിലിയൻ എന്ന് പറയാ. ആ സിവിലിയൻ എക്സിക്യൂട്ടീവും മിലിറ്ററിയിലുള്ളവരും ഒരു പെർഫോം ചെയ്യുന്ന ഡ്യൂട്ടികൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതേമാതിരി തന്നെ ഇവിടെ പുതിയതായിട്ട് എമർജന്റ് വന്നിട്ടുള്ള ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, വൈഡ് ആയിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റും. ഇവിടെയൊക്കെ മിലിറ്ററിയുടെ, അതായത് രാഷ്ട്രീയത്തിൽ മിലിറ്ററിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പുതുതായ സ്റ്റേറ്റുകൾ ഉണ്ടാവുന്നു. ആ ഇതിൽ മിലിറ്ററിന്റെ കൂപ്പെ വളരെ പവർഫുൾ ആവുന്നു. 1980 നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുണ്ട്. മിലിറ്ററി ഭരണകൂടം സിവിൽ ഭരണകൂടത്തിന്റെ കൂടെ കൺട്രീസിന്, വലുതായിട്ടുള്ള കൺട്രീസിൽ മെർജ് ചെയ്ത് വരുന്നത്. അത് യൂറോപ്പിൽ 1990 നടന്നു. അപ്പൊ ഈ കൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേക്കും അത് പുതിയതായിട്ട് വലുതായി വരുന്ന ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇത് സാധാരണ കാണാറ്. ഇവിടെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിലെ, മയൻമാറിലെ, പാകിസ്ഥാനിലൊക്കെ ഈ മിലിറ്ററി പവർഫുൾ ആവും. സിവിലിയൻ ഉണ്ടാവും, പക്ഷെ മിലിറ്ററി ആണ് പവർഫുൾ ആവുന്നത്. അങ്ങനെ സിവിലിയൻ ഗവൺമെന്റ് ബാക്ക് സൈഡിലേക്ക് പോകുന്നു, സീനിന്റെ ബാക്കിലായി പോകുന്നു. മിലിറ്ററി ആണ് അവർക്ക് റൂളിംഗ് ചെയ്ത് പോകുന്നത്. അങ്ങനത്തെ റിലേഷൻഷിപ്പിനെയാണ് സൂപ്പർ കോർഡിനേഷൻ എന്ന് പറയും. ആ സബോർഡിനേഷൻ അവര് മിലിറ്ററിയില് അവർ സബോർഡിനേറ്റ് ചെയ്ത് വന്നു. ലീഗലി ലോഫുള്ളി അവര് പബ്ലിക്കിനെ കൺട്രോൾ ചെയ്യാണ് അതിന്റെ അർത്ഥം എന്ന് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നു. ഇനി മിലിറ്ററിയും സിവിലും ഉള്ള റിലേഷൻഷിപ്പ് എന്താന്ന് നോക്കാം. ആ റിലേഷൻഷിപ്പില് ഇവിടെ വരുന്നത് സെഗ്മെന്റ്സ് യൂണിഫോംഡ് വരുന്ന സർവീസിന് അവര് ഡിഫൈനിങ് ചെയ്ത് വരുമ്പോ ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത്, ആദ്യം പറയുന്നത് അവര് ആയുധങ്ങൾ, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കയ്യിൽ വെച്ചിരിക്കാനുള്ള ആ മൊണോപ്പൊളി ഒറ്റ അവര് മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതാണ് ഒന്ന് നോക്കേണ്ട ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം പർപ്പസ് എന്താന്ന് വെച്ചാല് നേഷൻ സ്റ്റേറ്റും അവിടത്തെ സിറ്റിസണും അല്ലെങ്കിൽ അവിടത്തെ പൗരനും മിലിറ്ററി ത്രെറ്റിന് എഗെയിൻസ്റ്റ് ആണോ. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ലീഗലൈസ് ആയിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണോ അവരുടെ സ്റ്റേറ്റിൽ അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിനെപ്പറ്റി ഈ സിവിലിയൻ എന്ന് പറയുന്നവര് എന്താ വെച്ചാല് മിലിറ്ററിയിൽ ഇല്ലാത്ത ആൾക്കാര്, അവരാണ് സിവിലിയൻസ്. നോൺ മിലിറ്ററി ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ ഓർഗനൈസേഷൻസ് ഏതാണ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ബ്രാഞ്ചസ്. അതേമാതിരി തന്നെ നോൺ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ഗ്രൂപ്പുകൾ, ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ, സോഷ്യൽ മൂവ്മെന്റ്സ് ഉള്ള ഗ്രൂപ്പുകൾ, അസോസിയേഷൻ ഉള്ള സിവിൽ സൊസൈറ്റികൾ, ഇതിനെയൊക്കെ നമ്മൾ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് സിവിൽ മിലിറ്ററി റിലേഷൻ എന്ന് പറയാം. ഈ റിലേഷൻഷിപ്പിൽ എത്രത്തോളം ബ്രോഡ് സെൻസിലാണ് ഇവർ തമ്മിൽ, മിലിറ്ററിയും സൊസൈറ്റിയും തമ്മിൽ ഒപ്പം പോകുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നതിന്റെ അർത്ഥം. ഇവിടെ മിലിറ്ററിയും സിവിലും പ്രാക്ടീസ് അത്ര ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഈ സൊസൈറ്റിയിൽ റൂളറും ട്രൈബ്സ്മെൻ വളരെ ആംഡ് ഫോഴ്സസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഫ്യൂഡൽ മൊണാർക്കീസ്, യൂറോപ്പില് ബാരൻസ് ആയിട്ടുള്ളവരും വാരിയർ ആയിട്ടുള്ളവരും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ടുള്ളവരും. അപ്പൊ അവിടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കിട്ടുന്നുണ്ട്, അതായത് ഇൻവോൾവ്മെന്റ് ഇൻ ദ ഗവൺമെന്റും ഉണ്ട്, അതേസമയം അവർ വാരിയേഴ്സുമാണ്. 18ാം നൂറ്റാണ്ടിൽ സെഞ്ചുറിയില് ഫ്രഞ്ച് റവല്യൂഷൻ ടൈമില് ലോയൽറ്റി ഓഫീസർ കോർപ്പിനോ ഡൈനാസ്റ്റിയോട് അല്ലെങ്കിൽ അവരുടെ രാജകുടുംബത്തിനോടുള്ള ലോയൽറ്റി,
എലക്ട് ചെയ്ത് വന്നിട്ടുള്ളവരോടുള്ള അതോറിറ്റിയോട് വന്നുള്ള ലോയൽറ്റി, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓഫീസർ എന്താ കരിയർ ഓറിയന്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. എൻ്റെ ജോലി നിൽക്കണം, അതിൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ പോകുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, പ്രത്യേകതരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, ട്രെയിനിങ് ഉണ്ടാവും, സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടാവും, മെറ്റീരിയൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ ആംഡ് ഫോഴ്സസിലും ഗവൺമെന്റ് എടുത്തെടുത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് വാർ പീരീഡിലാണ്. അവിടെ മിലിറ്ററി റൂളർ അല്ലെങ്കിൽ മിലിറ്ററി ഈസ് കമ്മിങ് ആസ് എ റൂളർ. അതിൽ ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെ കൺട്രികളിലാണെന്ന് നോക്കുകയാണെങ്കിൽ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഇതിന്റെ മിലിറ്ററിന്റെ റൂൾസ് ഗേജ് ചെയ്ത് അവര് ഫാക്ടറിയിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വരാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. മിലിറ്ററി സൈനികന്മാരുടെ ബോർഡ് അവരാണ് അളന്ന് തൂക്കി, ഓരോരുത്തർക്കും അളന്ന് തൂക്കി. സെക്കൻഡ് വേൾഡ് വാർ ടൈമില് അളന്ന് തൂക്കുകയാണ്. സൈനിക സാന്നിധ്യവും സൈനികരുടെ ഇൻവോൾവ്മെന്റും അല്ലെങ്കിൽ അവര് ഇതിൽ അനുഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ 56% ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് ആണ്, എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റിനെയും മിനി സ്റ്റേറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്ത് കളയാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു മിലിറ്ററി കൂപ്പിന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നു. അതേമാതിരി തന്നെ ഡെവലപ്ഡ് കൺട്രിയില് ആ കാലഘട്ടങ്ങളിൽ ഏത് കൺട്രികളിലാണോ, അതായത് ഡെവലപ്പായിട്ടുള്ള പുരോഗതിയുള്ള കൺട്രികളിൽ മിലിറ്ററി കൂപ്പ് നടന്നു എന്ന് വെച്ചാൽ യൂറോപ്പ്, സ്പെയിൻ 1930-70 ഇടയ്ക്ക്, പോർച്ചുഗലില് 1920-70 ഇടയ്ക്ക് കൂപ്പ് എന്ന് വെച്ചാൽ അധികാരം പിടിച്ചെടുക്കാന്നർത്ഥം. ഗ്രീസില് 1967-ലും 70-ന്റെയും മധ്യത്തില്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഹൈ മിലിറ്ററിന്റെ അല്ലെങ്കിൽ ആയുധങ്ങൾ അവര് പൊളിറ്റിക്കലി ഗവൺമെന്റിന്റെ വർക്കിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു ഡെവലപ്പിംഗ് കൺട്രീസിൽ. അത് മാത്രമല്ല ഇന്ന് നമ്മുടെ ഈ രാഷ്ട്രീയ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിൽ വളരെ കൺസേൺ ആയിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അവർ ഇൻവോൾവ് ചെയ്യാണ്. ഇനി ഇത് കൂടാണ്ട് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ 3 ഗ്രൂപ്പിന്റെ പ്രത്യേകമായിട്ട് നമുക്ക് പാറ്റേൺ കാണുന്നുണ്ട്. സിവിൽ മിലിറ്ററി റിലേഷൻ, അത് കൂടാണ്ട് മൈനർ വേരിയേഷൻസും നമ്മൾ ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ സിസ്റ്റത്തിൽ ഈ ആംഡ് ഫോഴ്സസ് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആർമി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആർമിയുടെ അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഇൻസ്ട്രുമെന്റ് വരെയും അവരുടേതായ കൺട്രോളിൽ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയും USA-യും അതായത് എക്സാമ്പിൾസ് ആണ് ഇത് ഈ പാറ്റേണിൽ. അതായത് സിവിൽ മിലിറ്ററി റിലേഷൻഷിപ്പ്, അതായത് സാധാരണക്കാരനെയും ആംഡ് ഫോഴ്സസിലുള്ളവരുടെയും എക്സസൈസ് ചെയ്യുന്ന ഒരു കൺസിഡറബിൾ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, ഒരു ലെവൽ വരെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിൽ അവര് രാഷ്ട്രീയത്തിൽ ഇൻഫ്ലുവൻസ് എടുക്കുന്നുണ്ട്. അതേസമയം സിവിൽ അതോറിറ്റീസ് വളരെ ഫൈനൽ സേ പറയുന്നത് സിവിൽ അതോറിറ്റീസ് ആയിരിക്കും. ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ, സെക്കൻഡ് ഗ്രൂപ്പിൽ നമുക്ക് പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ട്. അതായത് ചൈനയിലും ഇറാഖിലും എക്സിസ്റ്റ് ചെയ്യുന്ന സിംസമോട്ടിക് റിലേഷൻഷിപ്പ്, അവരുടെ റിലേഷൻഷിപ്പ് ആംഡ് ഫോഴ്സസിനോടും റൂളിംഗ് പാർട്ടിയും ഭരണഘടനയുടെ ഭരണാധികാരികളോടും അവരുടെ ആർമിയോടുമുള്ള റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പ് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇവിടെ സിവിൽ മിലിറ്ററി റിലേഷൻഷിപ്പ് എങ്ങനെ വരുന്നു ഇൻ ഓൾ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്സിൽ. അതേമാതിരി തന്നെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള സിംഗിൾ ഹെമോണിക് പാർട്ടി കൺട്രോൾ ചെയ്യുന്നതിലും, സോവിയറ്റ് യൂണിയൻ, മ്യാൻമാർ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ്. അവിടെ പാർട്ടി ഉണ്ടെങ്കിൽ കൂടെയും സിവിൽ മിലിറ്ററി റിലേഷൻഷിപ്പ് കണ്ടിന്യൂ പോകുന്നു. ഇനി ഫൈനലായിട്ട് നമുക്ക് നോക്കുമ്പോൾ പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ മിലിറ്ററി ഓവർത്രോ ചെയ്തിട്ട് അവിടെ എലക്ട് ചെയ്ത ഗവൺമെന്റ്സിനെ കൊണ്ടുവരികയും
അവരെ മെമ്പേഴ്സായിട്ടും റൂളേഴ്സായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിവിലായിട്ടുള്ള ഗവൺമെന്റും ഉണ്ട്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നൈജീരിയയും പാകിസ്ഥാനും എക്സാമ്പിൾ ആണ് സിവിൽ മിലിറ്ററി റിലേഷൻഷിപ്പില്. ഇവിടെ മിലിറ്ററി റൂളിൽ വരുന്നു. രണ്ട് കൺട്രികളിലും കുറച്ചു കാലം മിലിറ്ററി റൂളിൽ ഇരിക്കുന്നു, ഒരു 30 കൊല്ലം, 3 decades. അതിനുശേഷം പതുക്കെ പതുക്കെ അവര് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് മാറി സിവിലിയൻ ഗവൺമെന്റ് വരുന്നു. അങ്ങനെ വന്നതിന് ശേഷം ഈ മിലിറ്ററി ഗ്രൂപ്പിനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രഷർ ഗ്രൂപ്പായിട്ടാണ് മാറുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോഴും നടക്കുന്നുണ്ട് അവിടെ പാകിസ്ഥാനില്. അവരുടെ പ്രൈം മിനിസ്റ്ററുടെ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഇതിന്റെ വേറെ 2 എക്സാമ്പിൾ നമുക്ക് ഇന്ത്യയും ചൈനയും. അപ്പോ ഇനി ഇന്ത്യയുടെ കാര്യങ്ങൾ പറയാം. ഇന്ത്യയുടെ കാര്യത്തിൽ നമ്മൾ ട്രഡീഷണലി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു നേച്ചറാണ്. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം മിലിറ്ററിയില് മോർ ഓർ ലെസ് എന്താ പറയുക, ഡിസിഷൻ മേക്കിംഗ് ഫാക്ടേഴ്സ് ഫോറിൻ ആൻഡ് സെക്യൂരിറ്റി പോളിസീസിലേക്കാണ് വരുന്നത്. 1962 ചൈന വാർ വന്നപ്പോൾ നമ്മുടെ സെൻസിറ്റിവിറ്റി, അതായത് നമ്മളുടെ ഉദ്ദേശങ്ങൾ സെക്യൂരിറ്റിയാണ്, ഗവൺമെന്റിന്റെയും ആൾക്കാരുടെയും സെക്യൂരിറ്റിയാണ്. അപ്പൊ ഡിഫൻസ് ആണ് ആ സെക്യൂരിറ്റി ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. ഡിഫൻസ് മെക്കാനിസം അവർ വളരെ കാര്യമായിട്ട് നോക്കുകയും എല്ലാ സ്റ്റേറ്റിലുള്ള അഫയേഴ്സിനെയും അവർക്ക് മിലിറ്ററിക്ക് ഒരു കൺട്രോൾ വരുന്നു. ഇതേമാതിരി തന്നെ റിലേഷൻഷിപ്പ്, പരസ്പരം സിവിലിയൻ ആയിട്ടുള്ള ലീഡർഷിപ്പും മിലിറ്ററിയും അത്ര സ്മൂത്ത് ആയിട്ട് പോവില്ല. കാരണം അവർ പറയുന്നത് ചില സമയങ്ങളിൽ മിലിറ്ററിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, സിവിലിയൻ അതായത് മിലിറ്ററി പറയുന്നത് ചില സമയത്ത് സിവിലിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത് ജനറൽ ഫീൽഡ് മാർഷൽ തികമയ്യ റെസിഗ്നേഷൻ ചെയ്യുന്നു. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയ മിലിറ്ററി ഹെഡാണ് അങ്ങേര്, ഇന്ത്യൻ ആർമിയുടെ ഹെഡാണ്, ജനറലാണ്. അങ്ങേർക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും പണ്ഡിറ്റ് നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ്, അതായത് പണ്ഡിറ്റ് നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ കൗണ്ടർ പാർട്ട്, പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഡൽഹിയിലേക്ക് വരാൻ പോവാണ്. അതിന്റെ സെക്യൂരിറ്റി അനുസരിച്ച്, സെക്യൂരിറ്റി ബേസ്ഡ് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഫീൽഡ് മാർഷലും PM-ഉം തമ്മിൽ വരികയും അവർ വേഗം തന്നെ ജനറൽ ഫീൽഡ് മാർഷൽ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചെടുത്താൽ കൂടെയും, ലെറ്റർ കുറച്ച് കഴിഞ്ഞ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെയും ആർമി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മൂവ് ചെയ്യാനായിട്ട് ആ പീസ് ടൈം ലൊക്കേഷനിൽ നിന്ന് വേറെ റിക്വയർമെന്റ് പെർമിഷൻ കിട്ടാണ്ട് സിവിലിയൻ ആയിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം വരുന്നു. ആ ലോ ആൻഡ് ഓർഡർ വരുമ്പോൾ ഡിസംബറിൽ 1998 ഡിസംബറിൽ പുതിയ ഒരു നേവൽ ചീഫ് സ്റ്റാഫ് ആയിരുന്ന അഡ്മിറൽ വിഷ്ണു ഭഗത്തിനെ അവര് ഡിസ്മിസ് ചെയ്യാണ്, സാക്ക് ചെയ്യാണ്. അപ്പൊ കോംപ്രമൈസിന്റെ കാര്യം എന്താന്ന് വെച്ചാല് നാഷണൽ സെക്യൂരിറ്റിയും അത് മാത്രമല്ല വേണമെന്ന് വെച്ച് ഗവൺമെന്റിന്റെ ഓർഡർ അനുസരിച്ചില്ല, അതായത് ഡിഫൻസ് മിനിസ്റ്ററിന്റെ ഓർഡർ അനുസരിച്ചില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗത്തിനെ ഡിസ്മിസ് ചെയ്യുന്നു. അപ്പോൾ ഈ വിഷ്ണു അഡ്മിറൽ ചാലഞ്ച് ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഡിസിഷനെ ചാലഞ്ച് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയും അതിന് സുപ്രീം കോടതി വരെ പോവുകയും അങ്ങനെ സുപ്രീം കോർട്ടിന്റെ ഡിസിഷനിൽ അവര് സുപ്രീം കോർട്ട് ഒരു വേർഡിക്റ്റ് കൊടുക്കുകയാണ്, ഡിസ്മിസ് ദ പേഴ്സൺ, ഡിസ്മിസ് ചെയ്യാനുള്ള, സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു വേർഡിക്റ്റ് ആണ് വരുന്നത്. ഈ വേർഡിക്റ്റ് വന്നതിന് ശേഷം ഭഗത് കോൺട്രവേഴ്സിയൽ എപ്പിസോഡിൽ വരികയും സിവിൽ മിലിറ്ററി റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടാകും. ഡിസ്മിസൽ, ആക്ച്വൽ ഡിസ്മിസലും ഡിസ്മിസൽ വിറ്റ്നസ്ഡ് ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സീസ് വരികയും പ്രൊമോട്ട് ചെയ്തു. ഒരു അതിന്റെ ലെവലായിട്ട് ഇതിനെപ്പറ്റി ഡിബേറ്റ് വരെ വന്നു, ചർച്ചകൾ വന്ന ശേഷമാണ് ഇതിനെ മാനിഫെസ്റ്റേഷൻ വന്നു. എന്തൊക്കെയാണെന്നുള്ളത് സീരിയസ് മാറ്റേഴ്സ്
ലീഡേഴ്സിന്റെ, അതായത് ആൾക്കാരെല്ലാം കൂടെ കൺട്രോൾ ഓവർ ചെയ്തിട്ട് ആംഡ് ഫോഴ്സസിനെ കൺട്രോൾ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെച്ചിട്ട് മിലിറ്ററി ഒരു ഡിസിഷൻ എടുക്കാൻ, ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇന്റർഫിയറൻസ് ഡേ ടു ഡേ റണ്ണിങ്ങിന്റെ ഗവൺമെന്റില് ഡിസിപ്ലിൻ, പ്രൊഫഷണലിസം വേണം. അത് മാത്രമല്ല, ആ ഡിബേറ്റ് സജഷൻ ചെയ്തത് പുതിയതായിട്ട് ഒരു പോസ്റ്റാണ്, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ്. എന്നിട്ട് അത് ക്യാബിനറ്റിൽ വെച്ചു, സ്ട്രാറ്റജിക് പോളിസീസ് വെച്ചു. 1929 ജനറൽ ബിപിൻ റാവത്ത് അങ്ങേരെ അപ്പോയിന്റ് ചെയ്തെടുത്തു ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന ലെവൽ അങ്ങേരെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ സിഗ്നിഫിക്കൻസിൽ റിട്ടയർഡ് ഓഫീസേഴ്സിനെ, ആംഡ് ഫോഴ്സിൽ നിന്നും റിട്ടയർഡ് ഓഫീസേഴ്സിനെ എടുത്തിട്ട് പബ്ലിക് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ഇൻവോൾവ് ചെയ്യിക്കാറുണ്ട്, ഇന്ത്യൻ ആർമിയിലും യൂണിയൻ ഗവൺമെന്റിലും ഒക്കെ. ഇനി നമ്മൾ അടുത്ത് പരാമർശിക്കാൻ പോകുന്നത് ചൈനയെ പറ്റിയാണ്. ചൈനയുടെ മാർക്സിസ്റ്റ് ഐഡിയോളജിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കൺട്രി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ കൺട്രോളിലാണ് അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ് മുഴുവൻ പോകുന്നത്. മിലിറ്ററി ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ ഫേം കൺട്രോൾ പാർട്ടിയാണ്. പാർട്ടി ഹെഡാണ് ഡിസിഷൻസ് എടുക്കുക. ദ പാർട്ടിയും അതേമാതിരി തന്നെ ഏർലിയർ ലൈസ് മാവോ സേതുങ്ങിന്റെ ടൈമിൽ തുടങ്ങിയ ഒരു ക്ലിയർ ലൈൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ കാണിക്കുന്നുണ്ട് പാർട്ടിയിലും മിലിറ്ററിക്കും പാർട്ടിക്കും തമ്മിൽ. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ദ പാർട്ടി മസ്റ്റ് ഓൾവേസ് കൺട്രോൾ ദ മിലിറ്ററിനെ പാർട്ടി കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നു. ആ പൊളിറ്റിക്കൽ പവർ അവിടെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു പവർ, അവരുടെ ഭരണം ഗണ്ണിന്റെ കൺട്രോളിൽ അവരുടെ കയ്യിൽ കിട്ടുന്നു. ഇതിനുശേഷം മിലിറ്ററി ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാണ്. ഈ പ്രൊഫഷണലിസം വരുന്നത് കോൺഫ്ലിക്റ്റ് വരുന്ന പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ആ പാർട്ടി കൺട്രോൾ ചെയ്യുന്ന മിലിറ്ററി പൊസിഷൻ എടുത്തിട്ട് അവര് പ്രശ്നങ്ങളെല്ലാം തീർക്കാനുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ പാർട്ടി മിലിറ്ററി പറയുന്നത് അനുസരിക്കുന്നില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് പോകുന്നു. ഇപ്പൊ മിലിറ്ററിന്റെ ഹൈ ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. അതിൽ കൂടെയാണ് അവർ 1987 ദ മിലിറ്ററി റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി പല കാര്യങ്ങൾക്കാർ ഇനീഷ്യേറ്റ് ചെയ്തു. ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കും ഗവൺമെന്റിനും അല്ലെങ്കിൽ മിലിറ്ററിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടിരിക്കുകയാണ്. ആ വരുന്നതിൽ റിയലൈസ് ചെയ്യുമ്പോൾ അൺഫോൾഡ് ചെയ്തിട്ട് 1989 ഡെമോൺസ്ട്രേഷൻസ് വരികയും അതിൽ കൂടി പെർഫോമിംഗ് ചെയ്ത ഇന്റേണൽ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിനെ തിരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു അനലിസ്റ്റ് പറയുന്നുണ്ട് ഇത്രയും ഇമ്പോർട്ടൻസ് ഇന്റർ ഡിപ്പെൻഡൻസ് പാർട്ടിക്കും മിലിറ്ററിക്കും ഹയർ ലെവലില് ലോവർ ലെവലിനെക്കാട്ടിലും ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇതിന്റെ കൂടാണ്ട് നമ്മൾ ഇക്കണോമിക് ആയിട്ട് മോഡേൺ ഡ്രൈവിന്റെ പറഞ്ഞു വരുമ്പോൾ മിലിറ്ററി 1998 മിലിറ്ററി എല്ലാ സീസ് ചെയ്യാനും ബിസിനസ് ഓപ്പറേഷൻസ് എടുക്കാനും ഇൻക്രീസ് ചെയ്തെടുക്കാനും അവർ തയ്യാറാവുന്നു. ഇനി മിലിറ്ററിന്റെ പൊളിറ്റിക്സിലും അതേമാതിരി തന്നെ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആ പൊളിറ്റിക്സിൽ വഴി നമ്മൾക്ക് പറയാൻ പറ്റും പല കാര്യങ്ങൾ കൊണ്ടാലും സിവിൽ മിലിറ്ററി റിലേഷൻഷിപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മിലിറ്ററിന്റെ റെജീം അല്ലെങ്കിൽ മിലിറ്ററിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം പൊളിറ്റിക്കലി ഇൻവോൾവ്മെന്റ് റോൾ വരുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അവരുടെ ഡിപ്പെൻഡൻസ് ആണ്, സ്ട്രഗിളും ഡിപ്പെൻഡൻസും സ്റ്റേറ്റ് ക്രിയേഷനില്. അപ്പോൾ ആൾജീരിയയിലെയും ഇതേമാതിരി ആംഡ് ഫോഴ്സസ് ഫോർഫ്രണ്ട് വരെയും കൺട്രീനെ ഇൻഡിപെൻഡൻസ്, ഫ്രാൻസിൽ നിന്ന് ഇൻഡിപെൻഡൻസ് എടുക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അൾജീരിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം വരുന്നു. ഇതിനുശേഷം നമുക്ക് കാണാൻ പറ്റും അൽമോസ് പെറുൽമെറ്റർ, അതായത് സിവിൽ മിലിറ്ററി റിലേഷനെ പറ്റി ഈജിപ്തിൽ പഠിച്ചിട്ട് അതിനെപ്പറ്റി ആ വിധത്തിലുള്ള സിസ്റ്റം കൊണ്ടുവരികയും അതേമാതിരി തന്നെ ഫെർട്ടൈൽ ഗ്രൗണ്ടാണ്, അതായത് മിലിറ്ററി റൂളിന് വരുന്ന ഒരു ഫെർട്ടൈൽ ഗ്രൗണ്ടാണ്
കാരണം അവിടെ അടിച്ചമർത്തപ്പെടുത്താനും അതേമാതിരി അവരുടെ ഇന്റർവെൻഷനിലും വീക്ക്ലി മിഡിൽ ക്ലാസ് വീക്കാണ്. സോഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ മിഡിൽ ക്ലാസ് വീക്കാണ്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലോ ലെവൽ ഓഫ് രാഷ്ട്രീയമായിട്ടുള്ള മൊബിലൈസേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ പല കൺട്രീസിലും പ്രഡിക്ഷൻ ചെയ്യുന്നത് മിലിറ്ററി കൂപ്പ് വരും. അതേമാതിരി തന്നെ റോള് ഫോറിൻ എയ്ഡ് എത്രത്തോളം വരുന്നു, അതേമാതിരി എന്തുകൊണ്ട് അത് എത്താൻ മെത്തഡോളജി വരുന്നു. ഇങ്ങനെയാണ് ഇത് പറഞ്ഞു വരുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. നന്ദി, നമസ്കാരം.